അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. കാരണം ഇന്ന് ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആദ്യക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സർപ്രൈസ് കൊടുത്തു അല്ലേ കീർത്തി? ഒരുപാട് സർപ്രൈസ് കൊടുത്തു. പക്ഷെ അതിനുപരി ഈ നിൽക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും നമ്മൾ ഒരു സർപ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കിട്ടില്ല സർപ്രൈസ് കൊടുത്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കരി കുടിക്കാനാ? അപ്പൊ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയി. നമ്മളെങ്ങനെ ആറാട്ടുകുഴി വരെ കൊണ്ടെത്തിക്കണം? ഇത് നിന്റെ അപ്പനും അമ്മയും ബാക്കി എന്ന് പറഞ്ഞു ഈ വണ്ടിയുടെ പുക കൊണ്ട് കറുത്തുനിന്ന് അവിടെ എത്തുമ്പോ ആളെ മനസ്സിലാവൂല. താഴെ നിർത്തി നടന്നു പോയാൽ മതി. അങ്ങനെ നമ്മുടെ കാർ കംപ്ലൈന്റ് ആയി. അപ്പൊ നമ്മളെ കൂടെ വരുന്ന അപ്പുറത്തെ കാർ എടുക്കാൻ വേണ്ടി പോയി. കറക്റ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കാർ കംപ്ലൈന്റ് ആയി. നമ്മുടെ വണ്ടിയിൽ നിന്ന് പുകയിളകി എല്ലാവരും ഇതോടെ ഇവിടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാത്തിരിക്കുകയാണ്. വണ്ടി കംപ്ലൈന്റ് ആയി. പറക്കം തള്ളിയാലും വണ്ടി പോലെയായി. അങ്ങനെ നമ്മൾ പാതി വഴി നിൽക്കുകയാണ്. ഇനി ആ വണ്ടി എടുത്തോണ്ട് വന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലാതെ വണ്ടി എടുത്തിട്ട് വരെയാണ്. അങ്ങനെ അതാ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കയറിക്കോ, എല്ലാരും വണ്ടി കയറിക്കോ. അങ്ങനെ നമ്മളതാ കാർ ഷിഫ്റ്റ് ചെയ്തു. നമ്മളെ പാതി വഴിയിൽ ഇറക്കി വിട്ടു കാറ്. നിങ്ങൾ ഇതുവരെ പോയാൽ മതി. കറക്റ്റ് ആ സമയത്ത് കാറ് കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളിപ്പോ വഴി നടന്നെത്തിയാണ്. അല്ലേടാ ആരോടെ അതിന്റെ ഇന്ന് ആദ്യ വൃത്തിയായിട്ട് നമുക്ക് രാവിലെ കാറ് പണി തന്നല്ലേ? അത് കാർ 2 ദിവസം കൊണ്ട് കംപ്ലൈന്റ് ആയിരുന്നു. ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഇന്നായപ്പോഴത്തേക്ക് 2 ദിവസം ആയില്ല എടുത്തിട്ട്. നന്നായിട്ട് ഡൗൺ ആയി. ബാറ്ററി ഡൗൺ ആയല്ല, അതിന്റെ മൊത്തത്തിൽ പോയി വണ്ടി. എർത്ത് വരില്ല. 7 വർഷം പഴക്കം ഉണ്ടായില്ലേ? 7 വർഷമായി നമ്മളെ വണ്ടി 7 വർഷമായി. അങ്ങനെ രാവിലെ പണി കിട്ടി. 2003 വണ്ടിയാണത്. അതാണ് നമുക്ക് അവൻ പണി തന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിൽ പോവാം. അതെ, നമ്മൾ ഇന്നത്തെ യാത്ര അങ്ങനെ ആ സർപ്രൈസിന് വേണ്ടി എല്ലാരും വരെയാണ്. എന്താണ് ആദ്യം മനസ്സിലായാ? ഒന്നും മനസ്സിലായില്ല. വെയിറ്റ് ചെയ്യ് എല്ലാരും. വാ 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 വാ. എന്താണായിരിക്കും സർപ്രൈസ്? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി എന്താണ് സർപ്രൈസ് എന്ന്? ആർക്കെങ്കിലും ഗസ് ചെയ്യാം? നമ്മളൊരു പുതിയ കാർ ഇറക്കി. അതിന്റെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് എല്ലാരും കൊണ്ടുവന്നത്. യെസ്, എല്ലാരും ഒന്ന് ആകാംക്ഷയിലായി. അതാണ് നമ്മളെ വരുന്ന വഴി നമ്മളെ വണ്ടി കംപ്ലൈന്റ് ആയെങ്കിലും നമ്മുടെ അടുത്ത കാറിലേക്ക് വരുന്നത് ഇന്ന് പറഞ്ഞിറക്കിയതാണ്. യെസ്, ആരും അറിഞ്ഞില്ല. ആദിക്കും അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? കണ്ടില്ലല്ലോ? യെസ്, കാണാം. വരി എല്ലാരും വരി. ഓക്കെ, അപ്പോൾ നമുക്ക് അതാ നമ്മുടെ ക്യാമറമാൻ. അപ്പോൾ ബാക്കി നമ്മുടെ ടീംസ് എല്ലാം അവിടെ സെറ്റായി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കാർ ഇതാ അടപ്പുണ്ട്. അതാണ് ആദ്യം പ്രതീക്ഷിച്ചില്ല അല്ലേ? ആദ്യം പ്രതീക്ഷിച്ച ഇന്ന് ഇല്ല. അവനെ 2 ദിവസം കൊണ്ട് പറ്റി ചേർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരും വന്നു. നമ്മുടെ ടീംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കാറ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ നോക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ ടീംസ്. ഇതാണ് അരുൺ ചേട്ടൻ, രതീഷ് ചേട്ടൻ, അരുൺകുമാർ, സന്തോഷ് കുമാർ. യെസ്, ഓക്കെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാറ് വാങ്ങണ്ടേ? സെറ്റാക്കാം. അവർ വന്നില്ലല്ലോ. ഓക്കെ, ഒരു സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ചില്ലല്ലോ? പ്രതീക്ഷ കാറായിരിക്കും. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും. പ്രതീക്ഷ കാറാണെന്ന്. പറയൂ അമ്മ, എങ്ങനെയുണ്ട്? അമ്മച്ചി, നമ്മള് കാറ് വാങ്ങി. യെസ്, അപ്പൊ നമുക്ക് ഇനി 2 പേരും കൂടെ വരാനുണ്ട്. വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കാണാം. അങ്ങനെ അളിയനും അമ്മയും വന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് ആണ്. കേക്ക് വാങ്ങിയിട്ടാണ് വന്നത്. ഇന്ന് ആദ്യത്തെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് കേക്ക് വാങ്ങിച്ചിട്ടാണ് അവർ എത്തിയത്. അപ്പോ എല്ലാം അനുഗ്രഹിക്കാം. അത്രേ ഉള്ളൂ, കൊണ്ടുപോയിക്കോ. അപ്പൊ നമുക്കിനി കാറ്. താങ്ക്സ്. നന്ദി മാത്രമേ ഉള്ളൂ. പതുക്കെ എടുത്തോ. അപ്പൊ നമ്മൾ
നമ്മളുടെ പുതിയ വണ്ടി. നമ്മളെ പഴയ വണ്ടി നമുക്ക് പണി തന്നു, നമ്മളെ വഴിയിൽ ഇറക്കി വിട്ടു. നമ്മൾ ഇത് എടുത്തത് അവൻ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഇറക്കി വിട്ടതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇനിയുള്ള സാരഥി. ലോങ് യാത്രകൾക്ക് എല്ലാത്തിനും വേണ്ടി നമ്മൾ സെറ്റാക്കി എടുത്തതാണ്. ഓക്കെ, നമുക്കപ്പോൾ അകത്ത് കയറാം. എല്ലാരും വരും. നമ്മളെ കാറിനകത്തോട്ട് കയറുകയാണ്. ഐശ്വര്യമായിട്ട് യെസ്. അപ്പൊ നമ്മളെ സ്ട്രെയിറ്റ് പോകാൻ ശ്രമിക്കുന്നു. നമുക്ക് ഇറങ്ങാം, തിരിക്കാം. യെസ്. അപ്പൊ അടുത്ത യാത്രയാണ്, അടുത്ത ഫാമിലി ആയിട്ട് നമ്മൾ ഒരു കറക്കം. അതൊരു വെറൈറ്റിക്ക് ചെയ്തതാണ്. യെസ്. അപ്പോൾ നമ്മുടെ ഇനി ആദ്യയുടെ ബർത്ത്ഡേ കാർ വാങ്ങിയ സന്തോഷം രണ്ടും കൂടെ നമ്മൾ ഇതാ കേക്ക് കെട്ടിയാൻ പോവുകയാണ്. കേക്ക് കെട്ടിയാ യെസ്. ഓക്കെ, മെഴുതിരി മെഴുതിരി. യെസ്, എല്ലാവരും ഉണ്ട്. പോട്ട് ഒന്നോ രണ്ടോ കത്തിച്ചാടാ, ഒന്നോ രണ്ടോ കത്തിച്ചാലും നിക്കൂല. ചോദ്യാണോ ചോദ്യാണോ ചോദ്യം? കെട്ടി കെട്ടി നിങ്ങൾ ഇതാ ഒന്ന് എടുക്കും. ആ സൈഡ് അവനെ കണ്ടുകൂടാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ചാടിയെടു ചാടിയെടു. കുറേശ്ശേടാ അല്ലെ നേരെ കാറിലായിരിക്കും. ഇനി ഏട് ഏട് അവിടെ നിന്ന് ഇനി മതിയല്ലേ ഇവിടെ നിന്ന് ഇതും കൂടെ. കേക്ക് കഴിക്കാൻ പോവാം. Happy birthday to you. 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 അടുത്ത ആൾക്ക് എങ്ങനെ സന്തോഷായ? ഹാപ്പി ബർത്ത്ഡേ. അത് പോയിട്ട് പോട്ടെ. എട്ടാമത്തെ നടക്കണ ഗിഫ്റ്റ് നിനക്ക്. ആരാണ്? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ആ ആദി എങ്ങനെ? സൂപ്പർ അല്ലേ? ആരോണ്ട് ഭയങ്കര സന്തോഷമാണ്. ആദി ബർത്ത്ഡേ ഗിഫ്റ്റാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇന്നത് 2025. എട്ടാമത്തെ അല്ല, ഇത് നമ്പർ 1 ആണ്. ആദ്യത്തെ ഗിഫ്റ്റാണ്, വലിയ ഗിഫ്റ്റ്. ഓക്കെ, അങ്ങനെ ഫോട്ടോഷൂട്ട് ലാസ്റ്റ്.
അങ്ങനെ നമ്മൾ വൈൻഡപ്പിലേക്ക് കിടക്കുകയാണല്ലേ. അപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ സർപ്രൈസ് ആയിട്ടാണ് ഈ വണ്ടി നമ്മൾ ഇറക്കിയത്. അപ്പൊ ഇവരുടെ അടുത്തൊന്നും ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. 2 ആഴ്ച കൊണ്ടുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ? 3 ആഴ്ച എടുത്ത് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് കറക്റ്റ് 3 ആഴ്ചയായി. 3 ആഴ്ച കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ ഓട്ടമാണ്. ഓട്ടത്തിനൊടുവിൽ നമുക്ക് വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സർപ്രൈസ് ആയിരുന്നു. ഒന്നും ഓരോരുത്തൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് രാത്രി ബർത്ത്ഡേ ഉണ്ട് പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഒരിക്കറക്കി കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോകാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു വണ്ടി കണ്ടത്, വണ്ടി വാങ്ങണം വിചാരിച്ചത്. അതിന്റെ ഇടയ്ക്ക് നമ്മളെ വണ്ടി വഴിയിൽ വെച്ച് നമ്മളെ പണി തന്ന് അത് വേറെ വണ്ടി ഉള്ളത് വഴിയിലാക്കിയില്ല, വേറെ വണ്ടി അടുത്ത് കൊണ്ട് എത്തിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ടെന്ന് ഇനി ഇവരടുത്ത് ചോദിക്കാം. അഭിപ്രായം ചോദിക്കാം. അമ്മ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? കുഴപ്പമില്ലേ അമ്മ? വണ്ടി എങ്ങനെയുണ്ട് അമ്മച്ചേ? എങ്ങനെയുണ്ട്? അല്ലെ അവിടെ നിക്കേ. ആരോൺ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വൈൻഡപ്പ് എടുക്കാൻ അതാണ് ചേട്ടനൊക്കെ പോയി അല്ലേ, അവര് പോയി, അവർ അത്യാവശ്യമായിട്ട് എല്ലാവരും പോയി. അപ്പൊ നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. അപ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ ബ്രോ? യെസ്, അത്രേ ഉള്ളു. ഇതായിരിക്കും. അപ്പൊ അങ്ങനെ ഷോക്ക് ഫാമിലിയുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യയുടെ കുഞ്ഞു ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേഷൻ ചെയ്തല്ലേ, അടിച്ചു പൊളിച്ചു. ഓക്കെ, അവിടുത്തെ ഗിഫ്റ്റ്, വീട്ടിലത്തെ ഗിഫ്റ്റ് ആണ്, അതിന്റെ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ഓക്കെ അല്ലേ? വണ്ടി വാങ്ങണ കാര്യം ആദ്യം അറിയായിരുന്നു, പക്ഷെ ഇന്ന് ഇറക്കണ കാര്യം അറിഞ്ഞൂടായിരുന്നു. അത് അവനൊരു സർപ്രൈസ് കൊടുത്തതാണ്. അപ്പൊ അവന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാണ്, ഇന്നത്തെ ഗിഫ്റ്റ്. ഗിഫ്റ്റ്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നേടിയത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ആ സപ്പോർട്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.